ഇപ്പോൾ കെ കെ രമ MLA നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി കെ കെ രമ, ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഹണി റോസിന്റെ പരാതിയിലാണ് സ്ത്രീത്വത്തെ അപമാനിച്ച എന്ന കേസിൽ ഹണി റോസിന്റെ പരാതിയിൽ വയനാട്ടിൽ നിന്നാണ് അറസ്റ്റിലായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡി വാർത്തയോട്? അല്ല, അത് ഹണി റോസ് പരാതി കൊടുത്തതാണ്. അവരെ വ്യക്തിപരമായി ലൈംഗികാധിക്ഷേപം നടത്തി എന്നതാണ് കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങൾ കൂടെ നമ്മളത് ാണ്. പൊതുവെ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത് ആരായാലും മുഖം തൊക്കാതെ നടപടിയെടുക്കണം. അങ്ങനെ നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്ത്രീകളെ വ്യക്തിയധിക്ഷേപം നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇത്തരം കേസുകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റ് നിയമപരമായ നടപടിയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങട്ടെ. അതായത് ഹണി റോസ് പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിൽ ചോദിക്കുന്ന വലിയൊരു കാര്യം, പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. അത് വെച്ച് പല സ്ത്രീകളെയും ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയൊക്കെ ഈ ബോബി ചെമ്മണ്ണൂർ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ആദ്യത്തേതല്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കണ്ടാൽ, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പല ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട്. അതെ, അതിന് ഞാൻ പറഞ്ഞ ഇതൊക്കെ അവസാനിപ്പിക്കണം. എന്തുകൊണ്ട്? പണവും അധികാരവും ഉണ്ടെങ്കിൽ ആർക്കും എന്തും നടക്കാം എന്നുള്ള ഒരു സാഹചര്യം, അതാണ് അവസാനിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിൽ പണത്തിന്റെയോ അധികാരത്തിന്റെയോ ഏതെങ്കിലും ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്റെ കീഴിലുള്ള എല്ലാ ആളുകളെയും അങ്ങനെ എല്ലാവരും തന്റെ കീഴിൽ നിൽക്കേണ്ടവരാണെന്നും തന്റെ കീഴിൽ ഉള്ള ആളുകളെ ഈ തരത്തിൽ അപമാനിക്കാമെന്നും ഒക്കെയുള്ള ഒരു ബോധമുണ്ടല്ലോ. ആ പൊതുബോധത്തിന് മാറ്റം വരേണ്ടതാണ്. ആ പൊതുബോധം മാറണമെങ്കിൽ ഇതുപോലെയുള്ള ചില നിയമ നടപടികൾ അത്യാവശ്യമാണ്. പലപ്പോഴും നിയമം കർശനമാകാത്തത് കൊണ്ടാണ് ഇത്തരം കേസുകൾ പിടിക്കപ്പെടുകയോ ഇത് വർദ്ധിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയമശക്തമായി ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ഒരു നടപടിയായിട്ട് തന്നെയാണ് അതിനെ കാണാൻ കഴിയുന്നത്. വളരെയധികം നന്ദി ശ്രീമതി കെ കെ രമ MLA.